ഹായ്, വെൽക്കം ടു ക്രേസി വെജ്. ഇത് നമ്മളൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. മൊയ്റ്റോ അല്ലെങ്കിൽ മോക്ടെയിൽ. അപ്പം നമുക്കിത് ഏത് ഫ്ലേവറിൽ വേണേലും ചെയ്യാം. ഞാനിവിടെ സീസണൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് 3 ഫ്ലേവറിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓറഞ്ചിൻ്റെ അല്ലികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6-7 കഷ്ണം പൈനാപ്പിൾ വേണം. പിന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസും വേണം. ഈ ജ്യൂസിൽ മധുരവും വെള്ളവും ചേർക്കാൻ പാടില്ല. പിന്നെ 3 നാരങ്ങ വേണം. ഒരു നാരങ്ങ 8 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അങ്ങനെ 3 നാരങ്ങ എടുക്കുക. പിന്നെ പൗഡർഡ് ഷുഗർ വേണം. പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. പിന്നെ പുതിനയില വേണം. അത് നല്ല ഫ്രഷ് ആണെങ്കിൽ നല്ല പെർഫെക്ഷൻ കിട്ടും. പിന്നെ ഐസ് ക്യൂബ്സ് വേണം. ഇനി ഐസിൻ്റെ ക്രഷർ ഉണ്ടെങ്കിൽ അതിൽ ക്രഷ്ഡ് ഐസാണ് കൂടുതൽ നല്ലത്. പിന്നെ വേണ്ടത് സോഡയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓറഞ്ച് മൊയ്റ്റോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഓറഞ്ചിൻ്റെ അല്ലികൾ ഈ രീതിയിൽ കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു 6-7 അല്ലി ഇടുന്നുണ്ട്. നമുക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. നമ്മളിതിങ്ങനെ ലെയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് എടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 4 കഷ്ണം നാരങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 8-10 പുതിനയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് പൗഡർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു മൊയ്റ്റോ മിക്സർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് മൊയ്റ്റോ മിക്സർ അല്ലെങ്കിൽ ക്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ റോളർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ പുറത്തേക്ക് വരുന്നത് വരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പൗഡർഡ് ഷുഗർ ചേർത്തേക്കുന്നുണ്ട്. പഞ്ചസാര അത് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ നന്നായിട്ട് ജ്യൂസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ശരിക്കും ഇത് സ്വീറ്റ് ഡ്രിങ്ക് ആണ്. നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. മധുരം കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യം ഇല്ല. ഇനി അതിൻ്റെ മേളിലേക്ക് ഐസ് ക്യൂബ്സ് ഇടാം. അതിൻ്റെ മേളിലേക്ക് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും മേളിലേക്കാണ് സോഡ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇതിൻ്റെ ബേസിക് ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് മൊയ്റ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ മൊയ്റ്റോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് 4 കഷ്ണം നാരങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ പൈനാപ്പിളിൻ്റെ പീസസ്, അതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. എനിക്ക് പൈനാപ്പിൾ മൊയ്റ്റോയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാനൊരു 4-5 കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പുതിനയില വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര പൗഡർ ഷുഗർ ഇടാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ മൊയ്റ്റോ മിക്സർ വെച്ചിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് അതിൻ്റെ മേളിലേക്ക് ഐസ് ക്യൂബ്സ് ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഈ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മിൻറ്റ് സിറപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും. മിൻറ്റിൻ്റെയും ഷുഗറിൻ്റെയും കൂടെ ചേർത്തിട്ട് മിൻറ്റ് ഷുഗർ സിറപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതൊക്കെ ഒഴിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒരു റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇത് നമ്മളെല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോഡ ഒഴിച്ചിട്ട് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആണ്, നല്ലൊരു എനർജി ഫീൽ ചെയ്യും. അതുപോലെ നാച്ചുറൽ ആയതുകൊണ്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്യുക. ഇനി അതിൻ്റെ മേളിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് പല ഫ്ലേവറിലും ചെയ്യാം കേട്ടോ. വാട്ടർ മെലണിലും മൂസമ്പിയിലും അതുപോലെ മാംഗോ വെച്ചിട്ടും ഒക്കെ ചെയ്യാം. മാംഗോ കുറച്ചുകൂടെ പൾപ്പിയാണ്. അപ്പം അതുകൊണ്ട് അത് കൂടുതൽ പേർക്കൊന്നും ഇഷ്ടമാവില്ല മാംഗോ വെച്ച് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഫ്രഷ് ജ്യൂസാണ് എടുത്തു വച്ചിരിക്കുന്നത്, അതൊഴിക്കാം. ഏറ്റവും മേളിലേക്ക് സോഡയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മൊയ്റ്റോ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് വിർജിൻ മൊയ്റ്റോ ആണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഈ മൊയ്റ്റോ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. അപ്പം നമ്മളിവിടെ ആൽക്കഹോളിന് പകരമാണ് സോഡ ചേർക്കുന്നത്. പക്ഷേ ഞാനിവിടെ വിർജിൻ മൊയ്റ്റോ എന്ന് ഉദ്ദേശിക്കുന്നത്, വിർജിൻ മൊയ്റ്റോ എന്ന് പറഞ്ഞാൽ ശരിക്കും നോൺ ആൽക്കഹോളിക് ആണ്. പക്ഷേ ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് വിർജിൻ മൊയ്റ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് വിർജിൻ മൊയ്റ്റോ ആണ്. അതിന് ലെമൺ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും ചെയ്യുന്നില്ല, അതിനകത്ത് ഇടുന്നില്ല. അത് കാരണം ഒരു 6-7 കഷ്ണം നാരങ്ങ ഇടാം. പിന്നെ പുതിനയിലയും അതുപോലെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്രഷ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ലൈം ജ്യൂസ് ആഡ് ചെയ്യാം. ഇങ്ങനെ ക്രഷ് ചെയ്യാതെ തന്നെ ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ തൊണ്ടും കൂടെ ചേർത്തിട്ട്, നാരങ്ങയുടെ തൊണ്ടും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ ലൈം ജ്യൂസ്, മിൻറ്റും അതുപോലെ നാരങ്ങയൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് ജ്യൂസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെർജിൻ മോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 മോക്ടെയിലും റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും അധികം പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെയാണല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.